നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ മനസ്സിലും മായ്ച്ചു കളയാൻ പറ്റാത്ത ഒരു കളങ്കം ഉണ്ടാകാൻ പാടില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഈ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ ഈ സ്തുതിവചനങ്ങൾ ഒഴിവാക്കിയാൽ വളരെ സന്തോഷം. നമ്മൾ മടിച്ചു നിൽക്കുന്നിടത്താണ് ഭാഷയെ ഒരു പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നത്. നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ ഭാഷ അറിയാത്തൊരു നാട്ടിലെ ചെന്ന് പെട്ടെങ്കിൽ ആ ഭാഷ ഒറ്റ കാരണം കൊണ്ടാകുന്ന കാര്യം നടക്കാതെ പോവോ? ഇല്ല ഇല്ല, നമ്മൾ എന്ത് വിധേന അത് ചെയ്തിരിക്കുമല്ലേ സാർ. ഇപ്പം ചില ഈ മോഹൻലാൽ സിനിമകളൊക്കെ കണ്ടിട്ട് ഇറങ്ങി വരുന്ന ഒരാളുകൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു സൈഡ് ചെരിഞ്ഞാൽ ഇറങ്ങി വരാറ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവര് ഞാൻ മോഹൻലാലാണെന്ന് ചിന്തിച്ചാൽ ഇറങ്ങി വരുന്നത് വിജയ ശ്രീലാളിതനായി. വീട്ടിൽ ചെല്ലുമ്പോഴാണല്ലോ അല്ല ഈ ഭാര്യയുടെ പാവം ഭർത്താവാണെന്ന് തിരിച്ചറിയുന്നത്. ആ റെസ്പോൺസിബിലിറ്റി ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു കാലത്ത് കേരളത്തിലെ ഏത് ഗ്രാമവും കേരളത്തിലെ ഏറ്റവും നല്ല ഡെസ്റ്റിനേഷൻസിന് ഒന്നായി മാറും. അതിന് ഓരോ ഗ്രാമത്തിനും അതിൻ്റേതായ ഒരു കഥയുണ്ട്, ഒരു ചരിത്രമുണ്ട്, അവിടെ കാണിച്ചു കൊടുക്കാനുള്ള കാഴ്ചകളുണ്ട്, എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സാധനങ്ങളുണ്ട്. നമ്മൾ ഏത് സർവീസ് കൊടുത്താലും പൊതുജനം നമ്മൾ ആ സർവീസ് ആസ്വദിച്ച് കഴിഞ്ഞ് കൈയടിച്ച് പുഞ്ചിരിക്കുന്ന മുഖമായിട്ട് ഇറങ്ങിപ്പോകുന്ന സ്ഥിതിയിലേക്ക് നമ്മൾ മാറ്റണം. അത് മെഡിക്കൽ മേഖലയ്ക്കും അത് നിർബന്ധമാക്കി മാറ്റണം. അതിന് ഇൻഷുറൻസ് കമ്പനികളും ഹോസ്പിറ്റലുകളും ഒന്നു ചേർന്ന് അതിന് പറ്റുന്നൊരു മാറ്റം വരുത്തേണ്ടതുണ്ട്. അതാണ് ഏറ്റവും അടിസ്ഥാനപരമായി വരേണ്ട കാര്യം. Introducing Lulu Holidays, your one-stop travel partner. Holidays for families, couples, and solo travelers. With Lulu Holidays, it's not just travel, it's an experience to remember. മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ ആരാധകർക്ക് സാറിനെ കൃത്യമായിട്ട് ഏർഡ് ആൻഡ് ഫോളോ ചെയ്യുന്ന ഒരുപാട് പേര് പറഞ്ഞത് സാറിൻ്റെ ലൈറ്റർ മൊമെൻറ്റ്സും കൂടെ ഞങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ട്. കാരണം സാറ് സഫാരിയിലൂടെ ആണെങ്കിലും അതുപോലെ സാറിൻ്റെ ഇത്രയും ബിസിനസ് സംരംഭങ്ങളുടെ കാര്യങ്ങളാണെങ്കിലും നമുക്കറിയാം. പക്ഷേ അതിനുവേണ്ടി ഒരു ലൈറ്റർ മൊമെൻറ്റ്സ് ആണ് സാർ നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത്. ഗൂഗിളിൽ സാറിന് ഏറ്റവും കൂടുതൽ നമ്മുടെ ഓഡിയൻസ് സെർച്ച് ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ ആ ചോദ്യങ്ങൾ സാറിൻ്റെ മുന്നിലേക്ക് ഒന്ന് കാണിക്കാൻ പോവാണ്. സാറിൽ നിന്ന് തന്നെ ആ ഉത്തരം, മറ്റേത് ഗൂഗിളാണ് സാർ ഉത്തരം തരുന്നത്, ഇത് സാറിൽ നിന്ന് തന്നെ നമ്മൾ ആ ഒരു ഉത്തരങ്ങളൊക്കെ ഒന്ന് അറിയാൻ പോവാണ്. ആൻഡ് ദ സെഗ്മെന്റ് ഇസ് കോൾഡ് ഗൂഗിൾ. കേട്ടോ സാർ. അപ്പം സന്തോഷ് ജോർജ് കുളങ്ങര എന്ന കേരളത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ സന്തോഷ് സാറിന് ഗൂഗിളിൽ ഏറ്റവും അധികം പേര് സെർച്ച് ചെയ്ത കാര്യങ്ങളാണ്. സാർ റെഡിയാണോ? ഞാൻ ഓരോന്നായിട്ട് എടുക്കട്ടെ. ഓക്കെ, ഇതിൽ ആദ്യത്തേത് ഫസ്റ്റ് ചോദ്യം ഇതാണ് സാർ. ഹൗ മെനി ലാംഗ്വേജസ് ഡസ് SGK സ്പീക്സ്? എത്ര ഭാഷകൾ ഞങ്ങളുടെ സന്തോഷ് സാറ് സംസാരിക്കും? ഞാൻ ആകപ്പാടെ മര്യാദയ്ക്ക് വർത്തമാനം പറയുന്ന മലയാളത്തിൽ മാത്രമാണ്. ശരിക്കും? പിന്നെ മുക്കിയും ഞരങ്ങിയൊക്കെ ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ പറയും, തമിഴും ഒക്കെ പറയും. എന്നാലും സാർ ഇത്രയും യാത്രകൾ പോകുമ്പോൾ ഒരു ലാംഗ്വേജ് ബാരിയർ ഒരിടത്തും ഫീൽ ചെയ്തിട്ടില്ല സാർ? നമുക്ക് ഇപ്പോൾ ആവശ്യബോധം വന്നാൽ ഭാഷ എന്നൊരു വിഷയമല്ല. നമ്മൾ മടിച്ചു നിൽക്കുന്നിടത്താണ് ഭാഷയെ ഒരു പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നത്. കറക്റ്റ് ഇല്ലേ? ആണ്. നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ ഭാഷ അറിയാത്തൊരു നാട്ടിലെ ചെന്ന് പെട്ടെങ്കിൽ ആ ഭാഷ ഒറ്റ കാരണം കൊണ്ടാകുന്ന കാര്യം നടക്കാതെ പോവോ? ഇല്ല ഇല്ല, നമ്മൾ എന്ത് വിധേന അത് ചെയ്തിരിക്കുമല്ലേ സാർ. ഇപ്പം മലയാളമാണ് സാർ പറഞ്ഞു ഏറ്റവും കൃത്യമായിട്ട് സ്വാഭാവികമായിട്ടും സംസാരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ്. ഇത് അടുത്ത ഏറ്റവും കൂടുതൽ ആൾക്കാർ ടൈപ്പ് ചെയ്തിരിക്കുന്ന ചോദ്യമാണ്. വാട്ട് ഈസ് ദ മന്ത്ലി ഇൻകം ഓഫ് സന്തോഷ് ജോർജ് കുളങ്ങര? സാറിൻ്റെ ഒരു മന്ത്ലി ഇൻകം, ഒരു കൃത്യമായിട്ടുള്ള ഫിഗർ ഒന്നും വേണമെന്നില്ല സാർ, എന്നാലും എൻ്റെ ഇൻകം ഇപ്പോൾ എൻ്റെ 3 സ്ഥാപനങ്ങൾ എനിക്ക് തരുന്ന ശമ്പളമാണ്. ലേബർ ഇന്ത്യ, സഫാരി, സഞ്ചാരം. ഈ 3 സ്ഥാപനങ്ങളാണ് പ്രധാനമായിട്ടും വരുമാനം ഉണ്ടാക്കുന്നത്. ആ സ്ഥാപനങ്ങൾ എനിക്കൊരു ശമ്പളം നിശ്ചയിച്ചിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും ഞാൻ കാശായിട്ട് പലപ്പോഴും എടുക്കുകയല്ല ചെയ്യുന്നത്. എൻ്റെ വീട്ടിലേക്ക് പലചരക്ക് സാധനങ്ങൾ, വീട്ടിലേക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ, എൻ്റെ വണ്ടിയുടെ പെട്രോൾ അടിക്കാൻ, ഇതൊക്കെ ആയിട്ട് ബില്ലായിട്ട് കൊടുക്കുക ചെയ്യുന്നത്. എല്ലാ ആഴ്ചയിലും അതിലൊരു നിശ്ചിത തുക എൻ്റെ ഭാര്യയ്ക്കാണ് കൊടുക്കുന്നത്. ഭാര്യയാണ് വീട്ടൊക്കെ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ മട്ടിൽ ഡിസിപ്ലിൻഡായിട്ട് ഫിനാൻഷ്യൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഈ 3 സ്ഥാപനങ്ങളിൽ ഞാൻ എത്ര പണിയെടുത്താലും ഉണ്ടാകുന്ന പൈസ ആ സ്ഥാപനത്തിൻ്റെ പൈസയാണ്. ആ സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയിൽ എനിക്ക് കമ്പനി ഒരു തുക നിശ്ചയിച്ചിട്ടുണ്ട്. ആ തുകയെ ഞാൻ എടുക്കാറുള്ളൂ. ബാക്കി ഈ പറഞ്ഞ പോലെ എടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ വീട്ടിലെ ചിലവുകൾ, മക്കളുടെ വിദ്യാഭ്യാസം, അവരുടെ യാത്രകൾ, ഇങ്ങനെയുള്ള കാര്യത്തിനെല്ലാം ആ തുകയാണ് ഉപയോഗിക്കുന്നത്. അതിൽ മിച്ചം വരുന്ന ആ കമ്പനി കിടപ്പുണ്ടാവും, എൻ്റെ പേരിൽ അത്രയും പൈസ അവിടെ മിച്ചം ഉണ്ടാവും. ഓക്കെ, അത് ന്യായമായ ഒരു തുക മാത്രമേ ഉള്ളൂ. അല്ലാതെ കാരണം എൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് ഞാനുണ്ടാക്കിയ ഈ പറഞ്ഞ സന്തോഷ് ജോർജ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് ആ സമ്പാദ്യം. കറക്റ്റ്. അപ്പോൾ അത് സംരക്ഷിക്കുക,
സൂക്ഷിക്കുക എന്നത് തന്നെയാണ് എൻ്റെ പ്രധാന ജോലി. എന്നാലും ഭയങ്കര രസം തോന്നി, കാരണം സാറ് ചേച്ചിയുടെ കയ്യിലേക്ക് ആ ഒരു തുക ഞാനല്ല കൊടുക്കുന്നത്. എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച വെള്ളിയാഴ്ചയാണെന്ന് തോന്നുന്നു ഇത്ര പൈസ വീട്ടിലേക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു വൗച്ചർ എൻ്റെ അടുത്ത് വരും. ഞാനത് അപ്രൂവ് ചെയ്ത് കൊടുക്കും. ആ തുക ഒരാൾ വീട്ടിലെത്തിച്ചു കൊടുക്കും. ഭാര്യ വീട്ടിലേക്ക് അടുത്ത ഒരാഴ്ച ഓടാനുള്ള സാധനങ്ങൾ വാങ്ങും. പലവിധ കാര്യങ്ങളുണ്ടാവും. ഇതെല്ലാം ഭാര്യ അത് മാനേജ് ചെയ്യും. സൂപ്പർ. അടുത്ത ചോദ്യം ഇതാണ്, ഡസ് SGK holds a tattoo? നോ, ഐ ഹേറ്റ് ടാറ്റൂസ്. You hate tattoos? Why sir? Why you hate tattoos? ഒന്ന്, നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ മനസ്സിലും മായ്ച്ചു കളയാൻ പറ്റാത്ത ഒരു കളങ്കം ഉണ്ടാകാൻ പാടില്ലെന്ന് വിശ്വസിക്കുന്ന ആളെ ഞാൻ. സൂപ്പർ. വെരി നൈസ്. ഒരു ടാറ്റു സാർ ഇനി ചെയ്യത്തുമില്ല അല്ലേ സാർ? നോ, എനിക്കിഷ്ടമല്ല. ഇഷ്ടമല്ല. ഈ ടാറ്റു കൊണ്ട് കുറേ വൃത്തികേടാക്കാമെന്നുള്ളതല്ലാതെ നിങ്ങളുടെ സ്വാഭാവിക സൗന്ദര്യത്തെയോ ശരീരത്തെയോ എൻഹാൻസ് ചെയ്യാൻ ഒരിക്കലും പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സൂപ്പർ, ബ്രില്യൻറ്റ്. അടുത്ത ഏറ്റവും കൂടുതൽ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ ഈ സ്തുതിവചനങ്ങൾ ഒഴിവാക്കിയാൽ വളരെ സന്തോഷം. അല്ല, ഞാൻ എക്സൈറ്റഡ് ആവുകയാണ്, ബിക്കോസ് ഏറ്റവും നന്നായിട്ട് സംസാരിക്കുന്ന വാക്കുകൾ കൃത്യമായിട്ട് സാർ പഞ്ച് ചെയ്ത് നിർത്തുമ്പോൾ ഞാനെന്ന ഹോസ്റ്റ് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിപ്പോവും സാർ. അതാണ്, നത്തിങ് മോർ ആണ്. എനിക്കൊരു ചമ്മൽ വരും, അതാണ്. ഓ സാർ, വാട്ട് ഈസ് എ ബിസിനസ് സീക്രട്ട്? നമുക്കറിയാം, ഇത്രയും സാർ പറഞ്ഞു 3 സാമ്രാജ്യങ്ങൾ ഇത്രയും കൃത്യമായിട്ട് സാർ നയിച്ചുകൊണ്ടിരിക്കുന്നു. വാട്ട് ഈസ് എ ബിസിനസ് സീക്രട്ട് ഓഫ് SGK? ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയുള്ളൂ, ഞാൻ ഡിസിപ്ലിൻഡ് ആണ്. ഞാൻ ഫോക്കസ്ഡ് ആണ്. എന്താ വേണ്ടതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. എൻ്റെ സ്ഥാപനം ഏത് വഴിക്ക് പോകണമെന്ന് കൃത്യമായ ധാരണയുണ്ട്. അതിൽ ഡിസിപ്ലിൻഡ് ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഡിസിപ്ലിൻ തന്നെയാണ് അല്ലേ സാർ? ഡിസിപ്ലിനാണ്. വെൽ ഡിസിപ്ലിൻ. സൂപ്പർ. അടുത്ത ഏറ്റവും കൂടുതൽ ഗൂഗിളിൽ സാറിൻ്റെ വാട്ട് ഈസ് എ നെറ്റ് വർത്ത് ഓഫ് SGK? സാറിൻ്റെ ഒരു നെറ്റ് വർത്ത് ഓഫ് സന്തോഷ് ജോർജ്. ഞാനത് ഇതുവരെ കണക്ക് കൂട്ടിയിട്ടില്ല. ഇല്ല, കാരണം ഇപ്പോൾ അതെടുക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല. അത് തന്നെ കാര്യം. ഞാനത് ഇപ്പോഴാണ് ചിന്തിക്കുന്നത്. നെറ്റ് വർത്ത് എത്രയായിരിക്കും എനിക്കറിയില്ല. കാരണം സഫാരിക്ക് ജനം എത്ര വിലയിടുന്നു, ലേബർ ഇന്ത്യക്ക് എത്ര വിലയിടുന്നു, പിന്നെ എനിക്ക് കുറച്ച് അവിടെ ഇവിടെയൊക്കെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അത് പല കാലങ്ങളിലായിട്ട് പല കാര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അതൊക്കെ ചേർന്നായിരിക്കണം നെറ്റ് വർത്ത്. അതിനൊക്കെ ഉപരി ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്, ഇതൊന്നുമില്ലെങ്കിലും ഈ സ്ഥാപനങ്ങളും എല്ലാം നഷ്ടപ്പെട്ടാലും സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് കേരള സമൂഹത്തിൽ എന്ത് വിലയുണ്ടെന്നുള്ളതാണ് എൻ്റെ നെറ്റ് വർത്ത്. സാറ് സൂപ്പർ എന്ന് എനിക്ക് ഞാനത് സാറ് പറയുന്ന ആ ഒരു കാര്യം ഞാനിങ്ങനെ ഞാനത് അബ്സോർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാറ് പറഞ്ഞില്ല, എൻ്റെ ഒരു നെറ്റ് വർത്ത് എന്ന് പറയുന്ന അതിലും മനോഹരമായുള്ള ഉത്തരം എനിക്ക് സ്വപ്നങ്ങളിൽ മാത്രമെന്ന് പറയുന്ന ഒരു ആൻസറാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് മാത്രം സാർ ഞാനൊന്ന് സൂപ്പർ എന്ന് പറയാണ്. അറിയാം. ഓക്കെ സാർ, അടുത്ത ഇത് ഗൂഗിളിൽ വന്നേക്കുന്ന ചോദ്യങ്ങളാണ്. സാർ, ഡസ് SGK ഹാവ് ആൻ എക്സ്പെൻസീവ് കാർ? നോ. എൻ്റെ ഏറ്റവും വില കൂടിയ കാറ് എന്ന് പറയുന്നത്, ഈ അടുത്ത കാലത്ത് ഞാനൊരു കാർ വാങ്ങിച്ചത് ഒരു സാധാരണ ഒരു ഇന്നോവ ഹൈക്രോസ് എന്ന് പറഞ്ഞൊരു കാറാണ്. അതിന് 40 ലക്ഷം രൂപയാണ് വില വന്നത്. അതാണ് ഏറ്റവും വില കൂടിയ കാർ ഇപ്പം എൻ്റെ ഉള്ളത്. അത്രയൊക്കെ ഉള്ളൂ. ഒരു ഫാൻസി ഒരു ഒന്നുമില്ല. വണ്ടി ഭ്രാന്തൻ ബൈജു ചേട്ടനെ പോലെ ഒന്നും അങ്ങനെ ഒരു ഫാൻസി അല്ല, ബൈജുവിൻ്റെ തൊഴിലല്ലേ അത്. അല്ലാതെ പുള്ളി ബേസിക്കലി ഭ്രാന്തനായതുകൊണ്ടല്ല, ഭ്രാന്ത് അഭിനയിക്കുന്നതാണ്. സൂപ്പർ. അടുത്ത ചോദ്യം സാർ ഇതാണ്, ഹൂ ഈസ് SGK's മോസ്റ്റ് ഫേവറേറ്റ് മൂവി ആക്ടർ? ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മൂവി ആക്ടർ സാർ? ഭയങ്കര ടോം ഹാങ്ക്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടം അദ്ദേഹത്തിൻ്റെ പടം. മലയാളം കൂടെ ഒന്ന് പറയാൻ പറ്റുമോ സാർ? കാരണം നമ്മുടെ മലയാളത്തിൽ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ ഒരു ഇപ്പോൾ തിലകനെയൊക്കെ പോലുള്ള ആളുകളെയൊക്കെയാണ് എനിക്ക്. അതായത് നമ്മൾ ജീവിച്ചിരിക്കുന്ന നാട്ടിൽ നമ്മുടെ കൂടെ അപ്പുറത്തെ കവലയെ കണ്ട ഒരു ചേട്ടനാണ് ജീവിക്കുന്നത് എന്ന് തോന്നുന്ന ഒരു സിനിമയിൽ നോക്കുന്ന അങ്ങനെയുള്ള ആളുകളെയൊക്കെ എനിക്ക് ഇഷ്ടമാണ്. എന്നതുകൊണ്ട് ഇപ്പം സൂപ്പർ സ്റ്റാറുകളെയൊക്കെ ഇഷ്ടമല്ലെന്നല്ല, അവർ അഭിനയിച്ച ചില കഥാപാത്രങ്ങളായിരിക്കും നമുക്ക് ഏറ്റവും ഇഷ്ടം. അപ്പം തിലകൻ സാറിൻ്റെ പേര് സാർ വന്നു കഴിഞ്ഞു മലയാളത്തിൽ നിന്ന്. ഇസ് SGK എ സ്ട്രോങ് ഇൻഫ്ലുവൻസർ എമംഗ് മലയാളീസ്? ഇതിൻ്റെ ഉത്തരം ഞാൻ പറയും, സാർ പറയില്ല. ഞാൻ പറയും സ്ട്രോങ് അല്ല, സൂപ്പർ സ്ട്രോങ് ആണ്. ബിക്കോസ് സാറൊക്കെ യാത്ര ചെയ്യുന്ന ഓരോ വീഡിയോസ് കണ്ടിട്ടാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്. കേപ്പ് ടൗണിൽ സാർ യാത്ര ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു സഫാരിയുടെ. ഏകദേശം 35 ലക്ഷം പേരാണ് അത് കണ്ടിരിക്കുന്നത്. അന്ന് കഴിഞ്ഞാണ് ഞങ്ങൾ രണ്ടുപേരും, ഞാനും ഹസ്ബൻഡും ഒക്കെ പ്ലാൻ ചെയ്യുന്നത് നമുക്ക് ആഫ്രിക്ക മസ്റ്റായിട്ട് നമ്മൾ പോയേ പറ്റുള്ളൂ എന്ന്. അപ്പം എനിക്ക് തോന്നുന്നു അതിൻ്റെ ഉത്തരം ഞാൻ പറയും, സാറ് പറയില്ല. ഇറ്റ്സ് നോട്ട് എ സ്ട്രോങ്, ഇറ്റ്സ് എ സൂപ്പർ സ്ട്രോങ് ഇൻഫ്ലുവൻസർ. ദാറ്റ്സ് ഇറ്റ്. ഇല്ല, ഒരാൾക്കും എതിരഭിപ്രായം ഇല്ല. പറയാൻ അവസരം കൊടുത്തില്ലല്ലോ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല.
ഇല്ല, ഞാൻ സാറിൻ്റെ ഹാർഡ് കോർ ഫാനാണ് ആക്ച്വലി. കാരണം ഞങ്ങൾ ലേബർ ഇന്ത്യ പഠിക്കുന്ന കാലം തൊട്ട്. ഹൗ മെനി കൺട്രീസ് ഹാവ് SGK വിസിറ്റഡ് സർ? ഇത് ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ വന്ന ചോദ്യമാണ്. എത്ര കൺട്രീസ് സാർ ഇതിനോടകം വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ കണക്ക് പ്രകാരം? 148. 148. വലിയൊരു കൈയടി കൊടുക്കണം കേട്ടോ, കാരണം 148 countries. And does SGK visited space? Not yet. Not yet. കാരണം ഇന്ത്യയിലെ ആദ്യത്തെ സ്പേസ് ടൂറിസ്റ്റ് ആവാൻ വേണ്ടി സാർ അതിന്റെ പ്ലാനിങ് നമുക്കറിയാം, വർഷങ്ങളായി. പ്ലാനിങ് അല്ല, അത് വലിയ മുമ്പോട്ട് പോയി കഴിഞ്ഞു. വലിയ താമസം ഉണ്ടാവില്ല എന്ന്. അതിന് ഒത്തിരി തടസ്സങ്ങളുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഈ സ്പേസ് യാത്ര എന്ന് പറയുന്നത് ഇപ്പം ഏറ്റവും ലോകത്ത് ടെക്നോളജിയും ഏറ്റവും ലേറ്റസ്റ്റായ ബഹിരാകാശ സംവിധാനങ്ങളും എല്ലാം ഉള്ള ഒരു രാജ്യമാണ് അമേരിക്ക. പ്രത്യേകിച്ച് മാൻഡ് ട്രാവൽ, മനുഷ്യനുമായിട്ട് പോകുന്ന യാത്രകൾ. അപ്പോൾ അതിൽ നമ്മളങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ നാളെ അങ്ങ് പോയിക്കളയാമെന്ന് പറയുന്ന ഒരു ലോറിയെ കയറി നമ്മൾ ഒരിടത്തേക്ക് ചരക്ക് കൊണ്ടുപോകുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു ട്രെയിനിൽ നമ്മൾ വിമാനത്തിൽ പോകുന്നത് പോലെയോ ഒന്നും പറ്റുന്ന കാര്യമല്ല. ഇതിനകത്ത് ഒത്തിരി സോഫിസ്റ്റിക്കേറ്റഡ് ആയ കാര്യങ്ങളുണ്ട്. ഒത്തിരി നിബന്ധനകൾ, പെർമിഷനുകൾ, അതിൻ്റെ ടെസ്റ്റ് ഫ്ലൈറ്റുകൾ, ഇങ്ങനെ നിരവധി. അതെല്ലാ ആഴ്ചയും ആ പ്രോസസ്സിൻ്റെ അപ്ഡേഷൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം എല്ലാ ദിവസവും നമുക്ക് മാധ്യമങ്ങളോട് വിളിച്ച് പറയാവുന്ന സ്ഥിതിയിലുമല്ല. പക്ഷേ അത് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നെപ്പോലെ ഒരാൾ അത് നടക്കുമെന്ന് മലയാളി സമൂഹത്തോട് പറയുന്നുണ്ടെങ്കിൽ അതൊരു ഉത്തരവാദിത്വബോധത്തോടെ തന്നെയാണ് പറയുന്നത്. ആണ്. ഞാനൊക്കെ അതിനു വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. കാരണം സാറിൻ്റെ സീറോ ഗ്രാവിറ്റി എന്ന ബുക്ക് വായിക്കുമ്പോഴും സാർ ഒന്ന് പോയിരുന്നെങ്കിൽ, കാരണം നമുക്കത് സാറിൻ്റെ വാക്കുകളിൽ നിന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റിംഗ് ആണ്, ആ സ്പേസിൻ്റെ എക്സ്പീരിയൻസ്. അപ്പം കൃത്യമായിട്ട് സമൂഹത്തിൻ്റെ എല്ലാ ധാരകളെപ്പറ്റിയും സമൂഹത്തിൻ്റെ എല്ലാ സോഷ്യോ എക്കണോമിക് കോസുകളെ പറ്റിയും സംസാരിക്കുന്ന ഒരാളാണ് ഞങ്ങളുടെ സന്തോഷ് സാറ്. സാർ ഇപ്പം ഏറ്റവും കൂടുതൽ കേൾക്കുന്ന മറ്റൊരു കാര്യമാണ് ഈ മലയാള സിനിമയിൽ. സാർ അധികം സിനിമ ഫോളോ ചെയ്യുന്ന ഒരാളല്ല, അതിനുള്ള സമയമില്ലാന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ പോലും മലയാള സിനിമയിൽ മാർക്കോ പോലുള്ള പല ചിത്രങ്ങളിൽ ഇപ്പോൾ വയലൻസ് വളരെയധികം കൂടുന്നുണ്ട്. അത് നമ്മുടെ യൂത്തിനെ വല്ലാതെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവരിലും ഒരു വയലൻ്റ് ഒരു പ്രവണത കൂടി വരുന്നതായിട്ട് ഇങ്ങനെ പല കാര്യങ്ങളിലും ഇങ്ങനെ അതൊരു പ്രപ്പോർഷനേറ്റ് ആയിട്ട് പറയാറുണ്ട്. സാറിന് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഒരു സിനിമ കാരണം അത് കണ്ടിരിക്കുന്ന ഒരു ജനത അത് കാരണം ഇൻഫ്ലുവൻസ്ഡ് ആയി വയലൻസിലേക്ക് തിരിയും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ ട്രെയ്റ്റ് കാണിക്കുന്ന സാറിന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും സിനിമ സ്വാധീനിക്കും മനുഷ്യരെ എന്നതുകൊണ്ട് സിനിമയുടെ നല്ല വശങ്ങളെല്ലാം സ്വാധീനിക്കുന്ന ഉറപ്പുമില്ല. മനുഷ്യർക്ക് എപ്പോഴും മോശം കാര്യങ്ങളിൽ സ്വാധീനിക്കപ്പെടാനാണ് താല്പര്യം കൂടുതൽ, അല്ലെങ്കിൽ സാധ്യത കൂടുതൽ. ഉദാഹരണത്തിന് ഒരാൾ 10 പേരെ ഇടിച്ച് തകർത്ത് അവരെ ഇല്ലാതാക്കി സ്ലോ മോഷനിൽ നടന്നു വരുമ്പോൾ ആ കാണുന്ന ഒരാൾ ഈ കഥാപാത്രമായിട്ട് സ്വയം ചിന്തിക്കും. ഇപ്പോൾ ചില ഈ മോഹൻലാൽ സിനിമകളൊക്കെ കണ്ടിട്ട് ഇറങ്ങി വരുന്ന ഒരാളുകൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു സൈഡ് ചെരിഞ്ഞാൽ ഇറങ്ങി വരാറ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം അവർ ഞാൻ മോഹൻലാലാണെന്ന് ചിന്തിച്ചാൽ ഇറങ്ങി വരുന്നത് വിജയ ശ്രീലാളിതനായി. വീട്ടിൽ ചെല്ലുമ്പോഴാണല്ലോ അല്ല ഈ ഭാര്യയുടെ പാവം ഭർത്താവാണെന്ന് തിരിച്ചറിയുന്നത്. അപ്പം ഇതേ പ്രശ്നം എല്ലാ സിനിമ കാണുമ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഒരു ഹീറോ ആകാനുള്ള വ്യഗ്രത ആളുകളുണ്ട്. അപ്പോൾ ഹീറോ തിന്മയിലൂടെയാണ് വിജയം നേടുന്നതെന്ന് വരുമ്പോൾ അങ്ങനെ ആയാലും കുഴപ്പമില്ലല്ലോ എന്നുള്ള സ്വാധീനം ഉണ്ടാകാം. എന്നാൽ കോമൺ സെൻസും ബുദ്ധിയുള്ള ആളുകൾക്കറിയാം ഇത് വെറും സിനിമയാണെന്ന്. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഇത് തെറ്റിദ്ധരിക്കുന്നവരും ഉണ്ടാവാം. ഇപ്പോഴും അതേ മട്ടിലൊക്കെ നടക്കുന്ന ആളുകളില്ലേ, ഹീറോയെ പോലെ ആകാൻ വേണ്ടി അങ്ങനെ വേഷം കെട്ടുന്നവർ, അങ്ങനെ മീശ പിരിക്കുന്നവർ, അങ്ങനെ വർത്തമാനം പറയുന്നവർ ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമൂഹം ഇല്ലേ? ഞാനൊക്കെ എൻ്റെ ബാല്യകാലത്തൊക്കെ അങ്ങനെ ഒത്തിരി ആളുകൾ നാട്ടുപുറത്ത് കണ്ടിട്ടുണ്ട്. അന്നത്തെ ഹീറോയെ പോലെ ആകാൻ വേണ്ടി ശ്രമിച്ച ആളുകൾ. പുറത്തുപോയി പഠിക്കണമെന്നും ജോലി ചെയ്യണമെന്നും ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? കുറഞ്ഞ ചെലവിൽ ജർമ്മനിയിൽ പോകാം, സൗജന്യമായി പഠിക്കാം. പഠനത്തോടൊപ്പം ജോബ് സീക്കർ വിസയും നിങ്ങൾക്ക് നേടിത്തരും. EIG ഓവർസീസ്, കേരളാസ് നമ്പർ 1 ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊമോട്ടർ. കേരളത്തിൽ 1, 2, 3 എന്ന റാങ്കിങ്ങിൽ സാർ 3 ടൂറിസ്റ്റ് പ്ലേസുകൾ പറയാൻ പറ്റും, അല്ലെങ്കിൽ നീറ്റ്നെസിന്റെ കാര്യത്തിലായാലും ബെറ്റർ ഓഫ് ദ 3 എന്ന് പറയാൻ സാർ 1, 2, 3 ഏതൊക്കെ പ്ലേസ് ആയിരിക്കും സ്പോട്ട് ചെയ്യുക? ഇത് പ്രശ്നം എന്താണെന്നറിയോ? ഇപ്പം ഞാൻ ഏത് ഇത് ഇട്ടാലും അതിനകത്ത് കുറച്ച് പേര് ഇഷ്ടപ്പെടായിക പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ കാണുന്നത് വേറൊരു തരത്തിലാണ്. ഞാൻ പറഞ്ഞല്ലോ ഈ റെസ്പോൺസിബിൾ ടൂറിസം എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഞാൻ കേരളം, എൻ്റെ ഒരു മാതൃക കേരളം എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന മൂന്നാറോ കുമരകോ അല്ലെങ്കിൽ ആലപ്പുഴയോ ഇപ്പോൾ കാണുന്ന ആളുകൾ ഈ ഒരു ദിവസം അവധി കിട്ടിയാൽ പൊതിച്ചോറുമായിട്ട് ഇടിച്ചു പോകുന്ന സ്ഥലങ്ങളല്ല ശരിക്കും പറഞ്ഞാൽ. അതിനെ വേറൊരു രൂപത്തിൽ ഡിസൈൻ ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിൽ കോൺട്രവേഴ്സി ഉണ്ടാവുക, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് ഈ അഭിപ്രായ വ്യത്യാസം വലിയ തോതിലുണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ അഭിപ്രായം പറയാതിരിക്കുക എന്നുള്ളതും ഒരു ബുദ്ധിയാണല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് ചില ഗ്രാമങ്ങളുണ്ട്, വളരെ ബ്യൂട്ടിഫുള്ളാണ്. അവിടെ ചെന്നാൽ അവിടുത്തെ ഒരു ഗ്രാമീണ ജീവിതം നമുക്ക് ഇപ്പോഴും ആസ്വദിക്കാൻ പറ്റും, അവിടുത്തെ ജീവിതം കാണാൻ പറ്റും, അവിടെ പലതരത്തിലുള്ള ജീവിതം നയിക്കുന്ന ആളുകളുടെ ജീവിതത്തെ അടുത്ത് കാണാൻ പറ്റും. ഇപ്പം അങ്ങനെ ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞാൽ പിറ്റേ ദിവസം ഇപ്പോൾ ഒരു വ്ളോഗർ
കേരളത്തിലെ ഒരു ഗ്രാമത്തെ ഗംഭീരമായിട്ട്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കൊല്ലങ്കോട് എന്ന് പറഞ്ഞൊരു പ്രദേശം. പിന്നെ സംഭവിച്ചത് എന്താ, പിറ്റേ ആഴ്ച മുതൽ കുപ്പിവെള്ളവും പൊതിച്ചോറുമായിട്ട് ആളുകൾ അങ്ങോട്ട് പോകുന്നു. അവിടെ വഴിയിരിക്കും മുഴുവൻ മാലിന്യമൊക്കെ അവർ ബോർഡ് വെക്കേണ്ടി വന്നു, ഇവിടെ വരുന്നവർ ഇവിടെ നശിപ്പിച്ചിട്ട് പോകരുതെന്ന്. മനസ്സിലായില്ലേ? അപ്പം ആ റെസ്പോൺസിബിലിറ്റി ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു കാലത്ത് കേരളത്തിലെ ഏത് ഗ്രാമവും കേരളത്തിലെ ഏറ്റവും നല്ല ഡെസ്റ്റിനേഷൻസിനൊന്നായി മാറും. അതിന് ഓരോ ഗ്രാമത്തിനും അതിൻ്റേതായ ഒരു കഥയുണ്ട്, ഒരു ചരിത്രമുണ്ട്, അവിടെ കാണിച്ചു കൊടുക്കാനുള്ള കാഴ്ചകളുണ്ട്, എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സാധനങ്ങളുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ ഒരാൾ മീൻ പിടിക്കാൻ പോകുന്നു, ഒരു നാടൻ വള്ളത്തിൽ ഒരാൾ മീൻ പിടിക്കാൻ പോവുകയും മീൻ പിടിക്കുകയും ചെയ്യുന്നത് ഒരു ടൂറിസ്റ്റ് ആക്ടിവിറ്റിയാണ്. ഒരാൾ രാവിലെ പാടത്ത് പണിയെടുക്കാൻ പോകുന്നു, നെല്ല് ഞാറ് നടുന്നു, അല്ലെങ്കിൽ കൊയ്യുന്നു. ഇതൊക്കെ ഈ കൊയ്ത്തും മെതിയും ഇല്ലാത്ത ഒരു നാട്ടിൽ നിന്നുള്ള ടൂറിസ്റ്റിൻ്റെ പുതിയ കാഴ്ച തന്നെയാണ്. ഞാറ് നടുന്ന കാഴ്ചയില്ലാത്ത സ്വിറ്റ്സർലൻഡുകാരന് അതൊരു കാഴ്ചയല്ലേ, അതൊരു അനുഭവമല്ലേ. അതിനൊരു $200 ആകുമ്പോൾ മുടക്കും. തെങ്ങ് ചെത്തുന്ന കാഴ്ച കണ്ടിട്ടില്ലാത്ത ഒരു നാട്ടുകാരന്, സിംഗപ്പൂരുകാരന് അല്ലെങ്കിൽ ഓസ്ട്രേലിയക്കാരന് ഒരു തെങ്ങ് ചെത്ത് കാണിച്ചു തരാം, നിനക്ക് $100 മുടക്കണമെന്ന് പറഞ്ഞാൽ അവനത് മുടക്കും. അതാണ് ടൂറിസം, അതാണ് റെസ്പോൺസിബിൾ ടൂറിസം എന്ന് ഞാൻ പറയുന്നത്. സോ ഉടനെ തന്നെ സാറ് വിഭാവനം ചെയ്യുന്ന പോലെ കേരളത്തിൽ ഏറ്റവും നല്ല സ്പോട്ടുകൾ ഉണ്ടാവട്ടെ എന്ന് ഞങ്ങളെല്ലാവരും ആശംസിക്കുകയാണ്. മീൻ വൈൽ ഒരു ഗസ്റ്റ് എൻട്രി നമുക്കുണ്ട് സാർ. അതിനുവേണ്ടി ഞങ്ങളൊരു ചെയർ ദേ ഇവിടെ നിന്ന് ഇടാൻ പോകുന്നു. ക്യാൻ വി ഹാവ് ദ ചെയർ ആൻഡ് ദ ഗസ്റ്റ്? ഞങ്ങളുമായിട്ട് ഇന്ന് സന്തോഷ് സാർ ഇവിടെയുണ്ട്. സിവിക് എൻഗേജ്മെൻറ്റിനെ പറ്റി, റെസ്പോൺസിബിൾ ടൂറിസത്തെ പറ്റി സാർ കൃത്യമായിട്ട് സംസാരിക്കുന്നു. ഇനി മെഡിക്കൽ ടൂറിസത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൻ്റെ ഒരു ഗ്രോത്ത് എത്രത്തോളം ഉണ്ട് സാർ? മെഡിക്കൽ ടൂറിസം എന്ന വാക്കും കൂടെ ചേർന്ന് പോകുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അത് ആയുർവേദത്തിൽ മാത്രമാണ് ഒരു പരിധിവരെ. ആയുർവേദം അല്ലേ ഡെൻറ്റിസ്ട്രി, ഡെൻ്റൽ കെയർ. ബാക്കിയുള്ളതൊക്കെ സീരിയസ് ആയിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനാണ് വരുന്നത്. ഇപ്പം നമ്മുടെ പല ഹോസ്പിറ്റലുകളിലും ഫോറിനേഴ്സ് ചികിത്സയ്ക്ക് വരുന്നുണ്ട്. അവർ വരുന്നത് ഒരു ടൂറിസ്റ്റ് വരുന്ന ഒരു മനോഭാവത്തിലല്ല. മെഡിക്കൽ ടൂറിസം എന്നുള്ള ടേം ലോകം മുഴുവൻ ഉള്ളതാണെങ്കിലും ഞാൻ പറഞ്ഞത് ഒരു സീരിയസ് ട്രീറ്റ്മെൻറ്റിനാണ് അവർ വരുന്നത്. കറക്റ്റ്, മനസ്സിലായില്ലേ? ഒരു ടൂറിസ്റ്റിൻ്റെ മൈൻഡ് സെറ്റിലല്ലോ വരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ വരുന്ന ആളുകൾ ഒരു ട്രാൻസ്പ്ലാന്റിന്, കിഡ്നി ട്രാൻസ്പ്ലാന്റിന് വേണ്ടി വരുന്ന, അല്ലെങ്കിൽ ഒരു കിഡ്നി ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വരുന്ന, അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ഒരു രോഗത്തിന്, അല്ലെങ്കിൽ ഒരു ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വരുന്ന ഒരാൾ, അവരുടെ മാനസിക സംഘർഷം എത്രയായിരിക്കും? ഒരു ടൂറിസ്റ്റ് വരുന്ന മനസ്സാണോ അവരുടേത്? അല്ല, ഒരു ടൂറിസ്റ്റിൻ്റെ മൈൻഡേ അല്ല അവരുടേത്. അപ്പോൾ അവർ വളരെ സീരിയസ് ആയിട്ടും ജീവിതത്തെ കൈപ്പിടിച്ചുകൊണ്ടായി വരുന്നത്. അപ്പോൾ ആ മട്ടിൽ തന്നെ അതിനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേയേറെ നല്ല ഹോസ്പിറ്റലുകൾ ഇന്ന് ആ മേഖലയിലേക്ക് വളരെ ഫോക്കസ് കൊടുക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ ഇവന്റിൽ സർ നമുക്കൊരു ന്യൂറോ സർജൻ ഇവിടെ ലഭിച്ചിട്ടുണ്ട്. വളരെ ഫേമസ് ആണ് അദ്ദേഹം. ഡോക്ടർ അരുൺ ഉമ്മനാണ്. ഡോക്ടർ കോഡൊന്ന് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നു. ഞങ്ങളുടെ കൊച്ചി VPS ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ ന്യൂറോ സർജൻ ആണ് അദ്ദേഹം. സർ പ്ലീസ്. നമസ്കാരം സാർ. നമസ്കാരം. സാറിനെ പലവണ കണ്ടിട്ടുണ്ട്, ലേക്ക് ഷോറിൽ പല കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ മെഡിക്കൽ ടൂറിസം സാറ് പറഞ്ഞാൽ ആക്ച്വലി ആ ടേം ഒരു മിസ്നോമറാണ്. അത് മെഡിക്കൽ ടൂറിസം അല്ല, മെഡിക്കൽ കെയറിൽ ശരിക്കും കേരളത്തിൽ സാറിൻ്റെ ഇൻ്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഫോക്കസ് ചെയ്യാവുന്ന 4 മേഖലകളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് എഡ്യൂക്കേഷൻ, പിന്നെ മെഡിക്കൽ കെയർ, പിന്നെ IT, പിന്നെ ടൂറിസം. ഈ 3 മേഖലയും വളരെ സ്ട്രോങ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാവുന്ന മേഖലകളാണ് കേരളം. അതിൻ്റെ അകത്ത് മെഡിക്കൽ ഭാഗം പറയുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ മെഡിക്കൽ മാൻ പവർ എന്ന് വെച്ചാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ് തന്നെയാണ്. ഡോക്ടേഴ്സ് ആണെങ്കിലും നേഴ്സുമാരാണെങ്കിലും പാരാമെഡിക്കൽ സ്റ്റാഫാണെങ്കിലും വേൾഡ് മൊത്തം നേഴ്സുമാർ സപ്ലൈ ചെയ്യുന്ന കേരളം എന്നൊരു കൊച്ചൊരു സംസ്ഥാനമാണ്. എവിടെ പോയാലും സാറ് തന്നെ അറിയാമായിരിക്കും, എവിടെ പോയാലും നമുക്ക് ഒരുപാട് നേഴ്സുമാരെ കാണാൻ പറ്റും. അപ്പം കേരളത്തിലെ മാൻ പവർ എന്ന് വെച്ചാൽ വളരെ സ്ട്രോങ് ആണ്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും വളരെ ഈ ലോകത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കേരളത്തിൽ ലഭിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ 100% ലഭിക്കും എന്നാണ് അതിൻ്റെ ഉത്തരം. അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും കേരളത്തിൽ ഉണ്ട്. എന്നാലും ഡോക്ടർ ഈ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് നമ്മുടെ ഇടയിൽ വളരെയധികം കൂടി വരുന്ന ഒരു വെസ്റ്റേൺ കൾച്ചർ, ഫുഡ് അഡാപ്റ്റേഷൻ ആണോ അതിൻ്റെയൊക്കെ ഒരു മേജർ റീസൺ? ബേസിക്കലി ലൈഫ് സ്റ്റൈൽ ഡിസീസ് വെച്ചാൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ച് കേരളത്തിൽ അല്ല യങ്ങർ ജനറേഷനിൽ ഒരുപാട് വരുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഈ ബേസിക്കലി നമ്മൾ പറഞ്ഞാൽ നമ്മളെപ്പോഴും നമുക്കൊരു ബോഡിക്ക് ഒരു റിതമുണ്ട്. പലപ്പോഴും ഈ വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് വരുമ്പോഴേക്കും വെസ്റ്റേണിൻ്റെ ടൈമിങ്സും വെസ്റ്റേൺ ഫുഡും എല്ലാം കൂടി നമ്മുടെ കേരളത്തിലുള്ള കൾച്ചറിലേക്ക് വരും. ഫോർ എക്സാമ്പിൾ നമ്മൾക്കറിയാം, നമ്മളൊരു ഡേയിൽ വർക്ക് ചെയ്ത സമയം എന്ന് വെച്ചാൽ മോർണിംഗ് എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, നമ്മൾ ജോലി ചെയ്യുന്നു, രാത്രിയാകുമ്പോൾ നമ്മൾ ഉറങ്ങുന്നു. അതാണ് അതിൻ്റെ നോർമൽ റിതം. പക്ഷേ കേരളത്തിലെ ആൾക്കാർ എന്താ ചെയ്യുന്നത്? സാറിന് വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് വരുമ്പോഴേക്കും രാത്രിയാണ് ജോലി ചെയ്യുന്നത്. നമ്മുടെ ബോഡി ഒരിക്കലും നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യാനായിട്ട് ഡിസൈൻഡ് അല്ല. കാരണം നമ്മുടെ ബോഡിക്ക് അതിന് ആ ഒരു റിതം അത് കറക്റ്റാണ്. നമ്മുടെ സെക്കൻഡ് റിതം അനുസരിച്ച് നമ്മൾ നൈറ്റ് ടൈമിൽ ഉറങ്ങണമെന്നാണ്.
പക്ഷേ ഇവിടുത്തെ യങ്സ്റ്റേഴ്സ് എല്ലാം ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ബോഡിയിൽ ഭയങ്കര അത് സ്ട്രെസ്സ് കൂടും. നൈറ്റിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അമേരിക്കൻ ടൈമിലാണെങ്കിലും യൂറോപ്യൻ ടൈമിലൊക്കെ ആണെങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ ബോഡിയിലുള്ള സ്ട്രെസ്സ് ഭയങ്കരമായിട്ട് കൂടും. കാരണം അവർക്ക് ബോഡി ഈസ് ടെല്ലിങ് യു ടു ടേക്ക് റെസ്റ്റ്, ബട്ട് യു ആർ ബീങ് ഫോഴ്സ് ടു വർക്ക്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരുപാട് സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് വരുമ്പോഴാണ് ഈ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിസ്, ഹൈപ്പർ കൊളസ്ട്രോളോമിയ, സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്സ് അങ്ങനത്തെ പോലത്തെ പ്രശ്നങ്ങളൊക്കെ കൂടാനുള്ള സാധ്യത. പിന്നെ ഡെഫിനറ്റ്ലി നമ്മുടെ ഡയറ്റ്. എന്നാലും സന്തോഷ് സാറിനെ പോലെ ഇത്രയും വലിയ ലോകം അറിഞ്ഞൊരു സഞ്ചാരി നമ്മുടെ മുന്നിൽ, വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് മാനൊക്കെ ഇരിക്കും. എന്താണ് സാറിനോട് സംസാരിക്കാനുള്ളത് ബീങ് എ ഡോക്ടർ? എനിക്ക് സാറിനോട് ശരിക്കും ചോദിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ മാൻ പവർ സ്ട്രെങ്ത് ഉണ്ട്, നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് വരുന്നു, പിന്നെ നമ്മുടെ കണക്ടിവിറ്റി ഭയങ്കര നല്ലതാണ്. പിന്നെ നമുക്കറിയാം നമ്മുടെ മലയാളീസ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് അംബാസിഡേഴ്സ് ഇഷ്ടംപോലെ എവിടെ സ്പ്രെഡാണ്, ഇഷ്ടംപോലെ ബ്രാൻഡ് അംബാസിഡേഴ്സ് മലയാളീസ് ഉണ്ട്. പിന്നെ നമുക്ക് കേരളത്തിൽ ശരിക്കും പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മെഡിക്കൽ, അതായത് ഈ മോഡേൺ മെഡിസിൻ അല്ലാതെ നമ്മുടെ ആയുർവേദ ആണെങ്കിലും മറ്റേ ഇതെല്ലാം വെൽ ഡെവലപ്ഡ് ആണ്. അപ്പോൾ എത്രയൊക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു ശരിക്കൊരു മെഡിക്കൽ ഹബ്ബ് ആക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശരിക്കും കേരളത്തിൽ നമ്മൾ ഇനിയും സാറിൻ്റെ കാഴ്ചപ്പാടിൽ നമുക്കിനി നടപ്പാക്കേണ്ടത്, അല്ലെങ്കിൽ അതിലേക്ക് ഒരു ഇനിഷ്യേഷനിലേക്ക് എന്തൊക്കെയാണ് ഇനിയും സാറിന് ചെയ്യേണ്ടത്? ഒന്നാമത്തെ കാര്യം, കേരളത്തിൽ മോഡേൺ മെഡിസിനിൽ ലോക നിലവാരമുള്ള ഫെസിലിറ്റികൾ കൊടുക്കുന്ന പുതിയ നിരവധി ഹോസ്പിറ്റലുകൾ ഉണ്ടായി വരുന്നുണ്ട്. അത് കേരളത്തിലെ രോഗികൾക്ക് ചിലപ്പോൾ അഫോർഡബിൾ അല്ല എന്ന് തോന്നാം. അതിൻ്റെ പല കാരണങ്ങളൊന്ന്, നമ്മൾ മോഡേണായി ഈ ഹെൽത്ത് സെക്ടറിനെ കണ്ടു തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഒന്ന്, എല്ലാ ആളുകളും ഇൻഷുറൻസിനെ ആശ്രയിക്കാൻ തുടങ്ങണം. മെഡിക്കൽ ഇൻഷുറൻസ് മനുഷ്യൻ്റെ ഒരു സാധാരണ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറണം. ഏത് സമയവും എൻ്റെ കുടുംബത്തിൽ ഒരാൾക്ക് അനാരോഗ്യം വരാമെന്നുള്ളൊരു തിരിച്ചറിവോടുകൂടി മെഡിക്കൽ ഇൻഷുറൻസ് മസ്റ്റാക്കണം. രണ്ട്, മെഡിക്കൽ ഇൻഷുറൻസ് കൊടുക്കുന്ന സ്ഥാപനങ്ങൾ കുറച്ചുകൂടെ മാന്യമായിട്ട് ഇതിനെ സമീപിക്കണം. അതായത് ആശുപത്രിയിൽ പോയി ചികിത്സ കഴിഞ്ഞിറങ്ങുമ്പോൾ നിങ്ങൾ എലിജിബിൾ അല്ല എന്ന് പറയുന്ന വലിയൊരു ശതമാനമുണ്ട്. ഇൻഷുറൻസ് മേഖലയുടെ വിശ്വാസ്യത കളയുന്ന നിരവധി കാര്യങ്ങൾ അതിനകത്ത് വലിയൊരു പ്രോബ്ലമാണ്. മനസ്സിലായില്ലേ? എൻ്റെ വൈഫിനൊരു അസുഖം വന്ന് ഹോസ്പിറ്റലിലായി കഴിഞ്ഞ് എലിജിബിളായിരുന്ന ഒരു കാര്യം ഇവർ റിജക്റ്റ് ചെയ്തു. മനസ്സിലായില്ലേ? അത് ചികിത്സയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പം എനിക്കത് കൊടുക്കാനുള്ള പൈസ ഉണ്ടായിരുന്നുകൊണ്ട് സാധിച്ചു. ഞാൻ ചിന്തിച്ചത് അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്ത ഒരാളായിരുന്നെങ്കിൽ അവിടെ വിഷമിച്ച് പോകില്ലായിരുന്നോ? ഒരു കടം വാങ്ങുകയല്ലാതെ വേറെ വഴിയുണ്ടാവും. അപ്പോൾ ഒരു ചതിവ് വലിയ തോതിൽ മെഡിക്കൽ ഇൻഷുറൻസിൽ നടക്കുന്നുണ്ടെന്നൊരു വാസ്തവമാണ്. മെഡിക്കൽ ഇൻഷുറൻസിലെ വലിയൊരു ശതമാനവും തട്ടിപ്പുണ്ട്. അത് ഇതിൻ്റെ വിശ്വാസ്യത കളയുന്നുണ്ട്. ആ വിശ്വാസ്യത കളയാതിരിക്കുക എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ ഏറ്റവും മികച്ച മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് സാധാരണക്കാരന് പോലും പ്രാപ്യമാകും. അവനത് ആശുപത്രിക്ക് പ്രാഗിക്കൊണ്ടല്ലാതെ ഇറങ്ങിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടാവണം. നമ്മൾ ഏത് സർവീസ് കൊടുത്താലും പൊതുജനം നമ്മൾ ആ സർവീസ് ആസ്വദിച്ച് കഴിഞ്ഞ് കൈയടിച്ച് പുഞ്ചിരിക്കുന്ന മുഖമായിട്ട് ഇറങ്ങിപ്പോകുന്ന സ്ഥിതിയിലേക്ക് നമ്മൾ മാറ്റണം. അത് മെഡിക്കൽ മേഖലയ്ക്കും അത് നിർബന്ധമാക്കി മാറ്റണം. അതിന് ഇൻഷുറൻസ് കമ്പനികളും ഹോസ്പിറ്റലുകളും ഒന്നു ചേർന്ന് അതിന് പറ്റുന്നൊരു മാറ്റം വരുത്തേണ്ടതുണ്ട്. അതാണ് ഏറ്റവും അടിസ്ഥാനപരമായി വരേണ്ട കാര്യം. ഒരുപാട് സർവീസസും ചെയ്യുന്നൊരു ഡോക്ടർ കൂടിയാണ്, ന്യൂറോ സർജൻ കൂടിയാണ്. അതുകൊണ്ട് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് അദ്ദേഹത്തിനൊരു ഹെൽത്ത് കെയർ എക്സലൻസ് അവാർഡ് നൽകി. സാറിൻ്റെ ഈ ഒരു സാന്നിധ്യത്തിൽ അദ്ദേഹത്തെ ഞങ്ങൾക്ക് ഇനിയും എൻകറേജ് ചെയ്യണം എന്നുണ്ട്. എനി മോർ ക്വസ്റ്റ്യൻസ് സാർ? എന്തെങ്കിലും സാറുമായിട്ട്? സാർ പറഞ്ഞ ഈ കാര്യം വളരെ സ്ട്രോങ് ആയിട്ട് റീഇൻഫോഴ്സ് ചെയ്യേണ്ടതാണ്. ഇത് ഒരുപാട് പേഷ്യൻസ് വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. ഈ എല്ലാ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോഴാണ് റിജക്ഷൻ വരുന്നത്. പിന്നെ അത്രയും നേരം ഉണ്ടായ ആ മെഡിക്കൽ സക്സസ് അവർ ന്യൂട്രലൈസ് ചെയ്യുക, അല്ലെങ്കിൽ നെഗറ്റീവിലേക്ക് പോകും, വഴക്കുണ്ടാക്കിയിട്ടാണ് പോകുന്നത്. ശരിക്കും അത് വളരെ കഷ്ടമുള്ളൊരു കാര്യമാണ്. ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മെഡിക്കൽ ഇൻഷുറൻസ് നമ്മുടെ സ്വന്തം കീശയിൽ നിന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന കാലം ഇനിയും കേരളത്തിൽ ഇനിയും പാടില്ല. അത് സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് മെഡിക്കൽ ഇൻഷുറൻസ് വളരെ സ്ട്രോങ് ആയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഇതിൽ തന്നെ ചെയ്യണമെന്നാണ് സാർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ കംപ്ലീറ്റ് കൺട്രോളിൽ അത് നമ്മൾ നടപ്പാക്കണം. എന്തായാലും സാർ ചെയ്തുകൊണ്ട് വരുന്ന ഈ ഒരു സർവീസസ് എല്ലാം തന്നെ മുൻനിർത്തിക്കൊണ്ടാണ് മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു സ്നേഹ സാദരം സന്തോഷ് സാർ എന്നത് കൈമാറണമെന്ന് ഞങ്ങളുടെ ഭാഗത്ത് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ഹെൽത്ത് കെയർ എക്സലൻസ് അവാർഡാണ് ടു ഡോക്ടർ അരുൺ ഉമ്മനാണ്. ഞങ്ങളുടെ കൊച്ചി VPS ലേക്ക് ഷോർ ഹോസ്പിറ്റലിന് നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് തന്നെ ഒരുപാട് രോഗികൾക്ക് സാന്ത്വനമായിട്ട് അദ്ദേഹം മാറിക്കൊണ്ടിരിക്കുകയാണ്.